ഹലോ ഫ്രണ്ട്സ്, ഗുഡ് ആഫ്റ്റർനൂൺ. വെൽക്കം ടു മൈ ചാനൽ അശ്വതി സ്ട്രീം വിത്ത് നിധി. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത് ഒരു കുക്കിംഗ് വ്ളോഗുമായിട്ടാണ്. അത് നിങ്ങളുടെ എല്ലാം വളരെ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു ഐറ്റമാണ് ഞാനിവിടെ കുക്ക് ചെയ്യാനായിട്ട് പോകുന്നത്. നിങ്ങൾക്കെല്ലാം ഒരുപാട് ഇഷ്ടപ്പെടുന്ന നമ്മുടെ ചിക്കൻ റോസ്റ്റിൻ്റെ റെസിപ്പിയാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ കാണിക്കാനായിട്ട് പോകുന്നത്. വളരെ ഈസി ആയിട്ട് നമുക്ക് എങ്ങനെ ഒരു ചിക്കൻ റോസ്റ്റ് വീട്ടിൽ തയ്യാറാക്കാം എന്നുള്ളൊരു മെത്തേഡാണ് ഞാനിവിടെ ട്രൈ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. ഞാനിവിടെ ചിക്കൻ റോസ്റ്റ് തയ്യാറാക്കാനായിട്ട് ഏകദേശം 3/4 കിലോ, അതായത് 750 ഗ്രാം ചിക്കനാണ് എടുത്തിരിക്കുന്നത്. ബോണോട് കൂടിയ ചിക്കനാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, പിന്നീട് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3/4 ടീസ്പൂൺ ഉപ്പ്, പിന്നീട് 1/4 കപ്പ്, ഏകദേശം ഒരു 1/4 കപ്പ് അളവിന് തൈരും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പം നമ്മുടെ ചിക്കൻ തൈരും മഞ്ഞൾപ്പൊടിയും ഉപ്പും മുളക് പൊടിയും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഏകദേശം അരമണിക്കൂറോളം നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. റെസ്റ്റ് ചെയ്ത് വെച്ചതിന് ശേഷം മാത്രമാണ് നമ്മൾ ഇത് കുക്കിംഗ് കണ്ടിന്യൂ ചെയ്യുന്നത്. ഈ റെസ്റ്റ് ചെയ്ത് വെക്കുമ്പോഴത്തേക്ക് ഈ മസാലയൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് പിടിക്കുന്നതിന് വേണ്ടിയിട്ടാണ്, ചിക്കൻ വളരെ സോഫ്റ്റ് ആവുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളിവിടെ തൈര് ചേർക്കുന്നത്. അപ്പോൾ നമുക്കൊരു അരമണിക്കൂറിട്ട് മാരിനേറ്റ് ചെയ്യാനായിട്ട് വയ്ക്കുവാണേ. അപ്പോൾ ഫ്രണ്ട്സ്, ഞാൻ ചിക്കൻ പീസ് റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട്. അരമണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് എടുക്കാവുന്നതാണ്. അപ്പോഴേക്കും നമുക്ക് നമ്മുടെ ഗ്രേവി തയ്യാറാക്കാം. അതിനായിട്ട് ഞാൻ കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. കടായി നന്നായിട്ട് ചൂടായതിന് ശേഷം, ചൂടായി വരുവാണ്, ഞാൻ അതിലേക്ക് ഏകദേശം 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. എണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഞാനിവിടെ വെളിച്ചെണ്ണയാണ് കുക്കിങ്ങിനായിട്ട് ഉപയോഗിക്കുന്നത്. വെളിച്ചെണ്ണയാണ് എനിക്ക് കൂടുതൽ ടേസ്റ്റ് ആയിട്ടുള്ളത്. എണ്ണ ഒഴിച്ചതിന് ശേഷം നമുക്കതിലേക്ക്, എണ്ണ ചൂടായതിന് ശേഷം കടുകിട്ട് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ 1/2 ടീസ്പൂൺ കടുകാണ് ഇട്ട് കൊടുക്കുന്നത്. കടുക് പൊട്ടിയതിന് ശേഷം ഞാൻ ഇതിലേക്ക് 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് കുറച്ച് കരിവേപ്പില ഇട്ട് കൊടുക്കാം. പിന്നീട് ഏകദേശം 4 സവാള കുനുകുന അരിഞ്ഞതാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അതും കൂടി ഇതിലേക്ക് ഇടുകയാണ്. ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. സവാള ചേർത്ത് ഇളക്കിയ ശേഷം നമ്മുടെ 3 പച്ചമുളക് കീറിയെടുത്തതാണ്, നെടുകെ കീറിയത് ഞാനിതിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഇത് പച്ചമുളകിൻ്റെ അളവ് വേണമെങ്കിൽ നിങ്ങൾക്ക് 4 വേണമെങ്കിൽ എടുക്കാം. ഞാനിവിടെ 3 എടുക്കുന്നുള്ളൂ. എന്നിട്ട് ഇളക്കി കൊടുക്കുകയാണ്. ഇതിന് ശേഷം നമുക്കിതിലേക്ക് വെളുത്തുള്ളി കുഞ്ഞായിട്ട് അരിഞ്ഞതാണ് 1 ടേബിൾ സ്പൂണോളം എടുത്തിട്ടുണ്ട്. പിന്നീട് നമ്മുടെ ഇഞ്ചി ചതച്ചത്, അതൊരു ടീസ്പൂണാണ് എടുത്തിരിക്കുന്നത്. അത് ഇതിലേക്ക് ചേർക്കുകയാണ്. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. നന്നായിട്ട് നമ്മളൊന്ന് ഇളക്കി കൊടുക്കണം. ഇതിലേക്ക് നമുക്കിനി ചേർക്കാനുള്ളത് വലിയൊരു തക്കാളിയാണ് മുറിച്ചെടുത്തത്, ഞാൻ ഇതിലേക്ക് ചേർക്കുകയാണ്. എന്നിട്ട് നന്നായിട്ട് ഇതിൽ കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുകയാണ് ഇതെല്ലാം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. നേരത്തെ ഞാൻ നമ്മുടെ ചിക്കൻ പീസിൽ ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇതിപ്പം ഞാനൊരു 1/2 ടീസ്പൂൺ മാത്രമാണ് കൊടുക്കുന്നത്. ഉപ്പ് നമ്മുടെ കറിക്ക് എപ്പോഴും നിങ്ങളുടെ ഒരു ടേസ്റ്റ് വെച്ചിട്ട് വേണം കൊടുക്കാൻ. അത് എപ്പോഴും ആദ്യ സമയങ്ങളിൽ നമ്മൾ കുറച്ച് കൊടുക്കാനായിട്ട് നോക്കണം. എന്നിട്ട് നമ്മൾ കറി പ്രിപ്പയർ ആയതിനു ശേഷം ടേസ്റ്റ് നോക്കുമല്ലോ. ടേസ്റ്റ് നോക്കുമ്പോൾ ഉപ്പ് കുറവാണെങ്കിൽ നമുക്ക് കൂടുതൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അതേസമയം കൂടിപ്പോയാൽ പിന്നെ നമ്മുടെ കറിയിലുള്ള ടേസ്റ്റ് പോവും. അതുകൊണ്ട് ആദ്യം ചേർക്കുമ്പം എപ്പോഴും ഒന്ന് ശ്രദ്ധിച്ച് ചേർക്കാനായിട്ട് ശ്രമിക്കണം. ഇത് നന്നായിട്ട് ഇളക്കി ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നവരെ ഈ സവാളയൊക്കെ ചേർത്ത ഈ ഒരിത് നമ്മളൊന്ന് ഇളക്കി കൊടുക്കേണ്ടതാണ്. ഇളക്കി കൊടുക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ഈ സവാളയൊക്കെ നന്നായിട്ടൊന്ന് ഗോൾഡൻ ബ്രൗൺ കളറിലോട്ട് മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ മസാലപ്പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഞാനിതിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിന് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് 1/2 ടീസ്പൂൺ അളവിന് മാത്രം ഗരം മസാല പൊടി ചേർക്കുകയാണ്. നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുകയാണ്. വളരെ എളുപ്പത്തിൽ എല്ലാവർക്കും വീട്ടിൽ ചെയ്ത് നോക്കാൻ പറ്റുന്നൊരു റെസിപ്പി തന്നെയാണിത്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം.
ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് എന്തായാലും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തേണ്ടതാണ്. അപ്പോൾ നന്നായിട്ട് നമ്മൾ ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഞാൻ നമ്മുടെ ചിക്കൻ പീസുകളൊന്ന് ഇട്ട് കൊടുക്കാൻ പോവുകയാണ്. മാരിനേറ്റ് ചെയ്യാനായിട്ട് അരമണിക്കൂർ വെച്ചിരുന്നില്ല, അതെടുത്ത് നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ചിക്കൻ പീസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുവാണേ. ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് ഇളക്കിയെടുക്കാവുന്നതാണ്. നമ്മൾ ഈ ചിക്കൻ പീസ് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം. എന്നാലേ നമ്മുടെ ഈ ഗ്രേവി, ഈ സവാളയുടെയൊക്കെ ആ ഒരു ഇത് നമ്മുടെ ചിക്കനിലോട്ട് ചേരത്തുള്ളൂ. അത് ഇളക്കി നന്നായിട്ടൊരു 3-4 മിനിറ്റെങ്കിലും ഇളക്കി യോജിപ്പിക്കാനായിട്ട് ശ്രമിക്കണം. പിന്നീട് എരി നമുക്ക് കുറവാണെന്ന് തോന്നുവാണെങ്കിൽ അല്പം മുളക് പൊടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ വേണമെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഇതിലേക്ക് ആഡ് ചെയ്യാവുന്നതാണ്. ഞാനിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ആഡ് ചെയ്യാനായിട്ട് പോവുകയാണ്. നമ്മൾ കുരുമുളക് പൊടിയും കൂടി ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാവുന്നതാണ്. ഏകദേശം ഒരു 3-4 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ തന്നെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കണം. ഇതിപ്പം വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പി തന്നെയാണ്. വളരെ ഈസി ആയിട്ട് നിങ്ങൾക്കെല്ലാവർക്കും വീട്ടിൽ ട്രൈ ചെയ്യാവുന്നൊരു റെസിപ്പിയാണിത്. ചോറിനൊപ്പം മാത്രമല്ല, ചപ്പാത്തിക്കൊപ്പവും പൊറോട്ടയ്ക്കൊപ്പവും ഒക്കെ നമുക്ക് ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പം നിങ്ങളെല്ലാവരും എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നീട് ഈ ഒരു റെസിപ്പി ഇഷ്ടപ്പെട്ടാലും പറ്റില്ലെങ്കിലും അതിൻ്റെ ഫീഡ്ബാക്ക് എന്തായാലും നിങ്ങളുടെ ഒരു ഇത് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തേണ്ടതാണ്. നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം. ഏകദേശം ഇത് 3-4 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വേവാനായിട്ട് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ഒരല്പം വെള്ളം കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. നമ്മുടെ ചിക്കനിൽ ഇച്ചിരി വെള്ളമൊക്കെ ചേർത്തിട്ടുണ്ട്. ഇതൊന്ന് ഏകദേശം ഒരു 1/4 മണിക്കൂർക്കുള്ളിൽ ഒരു 20-25 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വേവാനായിട്ട് വെക്കണം. ഇടയ്ക്കൊന്ന് അടച്ച് വെക്കണം. ഇടയ്ക്കൊന്ന് അടപ്പ് തുറന്ന് ഇളക്കി കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. അതല്ലെങ്കിൽ ചിക്കൻ്റെ അകത്ത് കരി പിടിക്കും. അപ്പോൾ നമുക്കിതൊന്ന് അടച്ച് വെച്ച് വേവാനായിട്ട് അനുവദിക്കാം. അപ്പോഴേക്കും ഇതിൻ്റെ ഇതെല്ലാം പൊടിയും മസാലയൊക്കെ ഇതിൻ്റെ അകത്തോട്ട് നമ്മുടെ ചിക്കനിലോട്ട് നന്നായിട്ടൊന്ന് ചേരുന്നതാണ്. അപ്പോൾ ഇത് അടച്ച് വയ്ക്കാമേ. അപ്പോൾ ഫ്രണ്ട്സ്, അപ്പോൾ ഏകദേശം 20 മിനിറ്റ് കൂടുതൽ മീഡിയം ഫ്ലെയിമിൽ വേവിച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് അടപ്പ് തുറന്നിട്ട് ഒന്ന് ഇളക്കി കൊടുത്തിട്ടായിരുന്നു. നമ്മുടെ ചിക്കൻ റോസ്റ്റ് ഇപ്പം തയ്യാറായി കഴിഞ്ഞ് ഇതിലേക്ക് കുറച്ച് മല്ലിയില കൂടി ഇടണമെങ്കിൽ ഇടാം, അത് ഓപ്ഷണലാണ്. നിങ്ങൾക്ക് മല്ലിയില വേണമെങ്കിൽ ഇട്ടാൽ മതിയാവും. ഞാനിവിടെ ഒരല്പം ഇടുന്നുണ്ട്. ഇട്ടതിന് ശേഷം നമുക്കൊന്ന് ഒരിക്കൽ കൂടി ഒന്ന് ഇളക്കി കൊടുക്കാവുന്നതാണ്. അപ്പോൾ സ്വാദിഷ്ടമായിട്ടുള്ള നമ്മുടെ ചിക്കൻ റോസ്റ്റ് റെസിപ്പി തയ്യാറായിട്ടുണ്ട്. ഇത് നമുക്ക് ബെറോട്ടയ്ക്കൊപ്പവും ചപ്പാത്തിക്കൊപ്പവും ചോറിനൊക്കെ ഒപ്പം വളരെ ടേസ്റ്റായിട്ട് ആസ്വദിച്ച് കഴിക്കാവുന്നൊരു റെസിപ്പി തന്നെയാണ്. ഞാൻ ഇതൊരു ബൗളിലോട്ട് മാറ്റാൻ പോവാണ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ ഒരു കുക്കിംഗ് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ഈ ഒരു റെസിപ്പി നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കേണ്ടതാണ്. പിന്നീട് നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകയും ചെയ്യണം. പിന്നെ എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. ഇതുവരെയും ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നീട് നിങ്ങളുടെ എല്ലാവരെയും സപ്പോർട്ടൊക്കെ ഉണ്ടാവണം. അപ്പോൾ മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് അടുത്ത ദിവസം ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വീണ്ടും വരുന്നതാണ്. ഹാവ് എ നൈസ് ഡേ ടു ആൾ. ഗുഡ് ബൈ.